ഹായ്, ഞാൻ ഷാലുദ്ദീൻ ട്രാവൽ പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂടെ പോരല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം അൽസോറ എന്ന് പറയുന്ന അജ്മാലിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മളിന്ന് ഒരു സൂ കാണാൻ വന്നേക്കാണ്. അപ്പോൾ അജ്മാലിൽ നമ്മളുടെ ഒരു സൂ ഉണ്ട്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ എത്തി. കുറച്ച് രാത്രിയായി. അപ്പോൾ വെളിച്ചം കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതേ ഇവിടെ സാലിമതേ ഇവിടെ ഉണ്ട്, സലിതേ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല തിരക്കുണ്ടെന്ന് കണ്ട, ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വൈകാതെ തന്നെ അവിടേക്ക് പോയി നോക്കാം അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് വരുന്നത് നമ്മൾ മുന്നേ ഇവിടെ ചെയ്തിട്ടുണ്ട്, 1-2 വീഡിയോകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഈ അൽസോറ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടെ ഇനിയിപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറേ ബോട്ടിങ്ങും പരിപാടികളും പിന്നെ അതുപോലെ കണ്ടൽക്കാടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് പോകുന്നതൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, മറ്റേ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും അത് ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാം, കാരണം ഇരുട്ടായി തുടങ്ങി. ഓക്കെ, എന്താണെന്നുള്ളത് അവിടെ നിന്ന് പോയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സൂ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു ഇപ്പോൾ റോഡ് സൈഡിലേക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്, കണ്ടോ? നല്ല തിരക്കുണ്ട്. പിന്നെ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെ ഇടയ്ക്ക് ടിക്കറ്റും മറ്റു കാര്യങ്ങളുണ്ടോ അതോ ഫ്രീ ആണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇതിവിടെയാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നമുക്ക് ടിക്കറ്റ് എങ്ങനെയൊക്കെയാണ് ചാർജ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടോ, ഇതാണ് ടിക്കറ്റ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ എൻട്രി വരുന്നത് കേട്ടോ. അത് ചോദിച്ചു നോക്കട്ടെ എന്താണെന്നുള്ളത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഡൾട്ടിനുള്ള ടിക്കറ്റ് 20 15 റംസ് കിഡ്സിന്. അതാണ് സംഭവം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ. ഉള്ളിലേക്ക് കടന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോ സെക്ഷൻ ബൈ ആയിട്ട് നോക്കാം. ഭക്ഷണം കൊടുക്കാൻ സാധനങ്ങൾ വാങ്ങാം. അത് ഇവിടുന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇതുകൾക്കൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പുല്ലും വൈക്കോലൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് മേടിക്കണമെങ്കിൽ മേടിക്കാം. ഇതൊക്കെ എന്തോ ഒരു സ്റ്റാള് ഇതിനു വേണ്ടി കടകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പണിതിട്ടേക്കെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്തൊന്നും കാണാം ഓരോ ഗെയിം കാര്യങ്ങളൊക്കെ നടത്തുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതേ നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ അതേ നമുക്ക് ഒട്ടകത്തിൻ്റെ സംഭവങ്ങൾ കാണാം. ഇവിടെ കണ്ടോ ഒട്ടകം. ഇത് ഒട്ടകം ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇതിനകത്ത് ഇതേ കുതിരകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ ഇവിടെ ഒരു ചെറിയൊരു കുതിര നിൽക്കണോക്കി, ബോണി. ഇതൊക്കെ കണ്ടോ, ചെറിയൊരു കുതിര കണ്ടോ. സാലിമിന് ഇതിൻ്റെ മേലെ കയറ്റില്ല, അവിടെ വലിയ കുതിര നിൽക്കുന്നുണ്ട്, അതിലേ കയറ്റുള്ളൂ. ഇത് ചെറിയ ബോണി. നോക്കി സാലിമ ഇതിന്റെ എത്ര എന്തോരം ഉണ്ടെന്ന് നോക്കി. ഏത് കുതിരയാടാ? കുതിരയാടാ അത് ഈ കമ്പികളുടെ. ഇത് സീബ്ര അത്രേ. ഇത് ഈ കമ്പികളുടെ നേളെ ആ കുതിരയുടെ മേത്തടിക്കുന്നുണ്ട് കണ്ട. അപ്പൊ പറയല്ലേ സീബ്രന്ന്. ഞാൻ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഞാൻ നോക്ക് ഇവിടെ നിന്ന് നോക്കിക്ക നോക്ക് ഇല്ലേ സാലിമേ, നിനക്ക് കണ്ടൂടെ? നോക്കടാ, വാരൊന്ന് നോക്കി. ഞാനത് പെട്ടെന്ന് എനിക്ക് ഇവിടെ ഒരു കുതിര, ഇതൊരു വൈറ്റ് കുതിര. ഇത് റൈഡിങ്ങിന് വേണ്ടിട്ട് ഇത് ചെയ്തേക്കണതാട്ടാ ഈ കുതിര. വയസ്സായതല്ല, വൈറ്റ്. ഇതൊരു കുതിര അല്ലല്ല ഉണ്ടോ? അതേ വിളിക്കുന്നത് നമ്മളെ. വേണ്ടട്ടാ, നോക്കി ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുക ആൾക്കാര്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരാളെന്തോ കടിച്ച് ചവയ്ക്കുന്നുണ്ട്, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹായ്. ഏതേ കാലുകൊണ്ടൊക്കെ എന്തൊക്കെ അടിക്കുന്നുണ്ട്. അതേടി സലി, ഇതാണോ ബൊഗൈൻ വില്ല? ഇതാണോ കടലാസി ചെടി? അതന്നെ. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ സാധനത്തിന് ഇങ്ങനെയും ഒരു പേരുണ്ടെന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ കടലാസ് ചെടി, പല കളറിലുള്ള കടലാസ് പൂക്കള്, കടലാസ് ചെടി എന്നൊക്കെ അല്ലേ ഇത് നമ്മള് അറിയുന്നത്. ഇതിന്റെ ഉള്ളിൽ എന്തിട്ടാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. കേറിക്കോ.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ കിളികളൊക്കെ പറന്ന് പുറത്തേക്ക് വേണ്ടിക്കാനാട്ടോ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിട്ടേക്കണം. ഈ സൈഡിൽ ഇതൊരു ഫൗണ്ടൻ ഇതാക്കി വെച്ചു. കോഴി കോഴികൾ ഫ്ലെമിംഗോ ഒച്ചെടുക്കണ്ടല്ലോ. അറിയാനാണോ അവിടെ രണ്ട് ആൾക്കാർ നിൽക്കണോക്കി ഇതുണ്ടോ? അവിടെ നിന്നിട്ട് വെള്ളത്തിൽ നിന്നിട്ട് വെള്ളം വേറെ ഇതിനകത്ത് കാണുന്നില്ല. അപ്പൊ ഉള്ള വെള്ളത്തിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അതെ അവിടെ നിന്ന് വെള്ളം വിട്ടിട്ടുണ്ട്. പക്ഷെ അത് വെള്ളം അവിടെ നിന്ന് വരുന്നുണ്ട് കണ്ടോ. പക്ഷെ ഈ തോട്ടിലേക്ക് ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. വേറെ വഴിക്ക് പോവാണോ? കുഞ്ഞി പിന്നെ ആ ഫാന്റെ മുകളിൽ ആരോ കണ്ട് കയറി നോക്കി. അതിന്റെ കൊമ്പിന്റെ നീളം നോക്കി. ആടാണ് ചകഞ്ഞിട്ട് ദേ അവിടെ നിന്ന് തിന്നത് ഇവിടേക്ക് എത്തിയിട്ടാണ്. കണ്ടാ കൊമ്പിന് നല്ല നീളം ഉണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഒരെണ്ണം. പിന്നെ ഇത് അങ്ങടെ അറ്റത്തുണ്ട് രണ്ടെണ്ണം. അധികം ഒരുപാടൊന്നുമില്ല. അതെ ആളാ പുല്ല് തിന്നാനുള്ള ശ്രമത്തിലാണ്. എന്ത് ചെയ്യും? കൊടുക്കടാ. അതിന് പല്ലണ്ടാ സാലിമേ. കട്ടപ്പല്ല് നിന്റെ പോലെ. സാലിമിന് പേടി. കൊറേ അകന്നു പോയി നിന്നിട്ട് സാലിമ് കൊടുക്കണ്ടേട്ടാ. ഇതൊക്കെ ഇതിന്റെ കൊമ്പൊക്കെ പകുതി ഇതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിയ എനിക്കറിയില്ല ഇത് സാധാരണ ഇതിന് കൊമ്പൊന്നും ഇല്ല കേട്ടോ. കൊടുക്കടാ, ഇങ്ങനെ കൊടുക്കടാ. അയ്യേ അത് തിന്നോളൂ. അത് അവിടെ നിന്ന് എടുത്ത് തിന്നോളൂ. കുത്തണ്ടോ മാറിക്കോടന്നു കൊമ്പുമ്പോ നല്ല ഡിസൈൻ. മറ്റേത് ചെറുതായിരുന്നു നമ്മ കണ്ടത്. ഒരാൾ അവിടെ പോയി കിടന്നു. ഒരെണ്ണം അവിടെ പിണങ്ങി കിടക്കണതേ നോക്കി. അതൊക്കെ എന്തോ പ്രശ്നമുണ്ട്. കുടുംബ വഴക്കാന്നുണ്ട്. ഇവിടെ രണ്ടുപേര് വേറെ കിടക്കുന്നുണ്ട്. ഒക്കെ ബന്ധുക്കാരാണ് കേട്ടോ. എനിക്ക് തോന്നണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കാണെന്ന് തോന്നുന്നു. ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇവരിവിടെ വന്നിങ്ങനെ നിക്കുന്നുണ്ട്. അതിന്റെ തലയില് അതിന്റെ തലയിലേ പപ്പ് ഒരു പ്രത്യേക ടൈപ്പില് വെട്ടി നിർത്തിയാ നോക്കി. ഇത് കണ്ടോ ഒരു സ്പെഷ്യലി. ഒരാള് ബാക്കി കൂടെ ഇങ്ങനെ വിളിച്ചിട്ട് നടക്കുന്നുണ്ട്. ആരോ ഒരാള് പീ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. തലയില് ഇത് തൊപ്പി വെച്ചിരിക്കണതാ. നാട്ടിലുള്ളവർക്കൊന്നും ഇതൊന്നും പ്രശ്നമില്ല. ഇവിടെ കാണുമ്പോ ഭയങ്കര ഇതാ. ഇവൻ വില്ലനാ. ഇവനാണ് സൗണ്ട് ഉണ്ടാക്കണ ആള് കേട്ടാ. ഇവൻ സൗണ്ട് ഉണ്ടാക്കിട്ട് ഈ വെള്ളേനൊക്കെ ഓടിപ്പിക്കുന്നുണ്ട്. കണ്ട ഓടിപ്പിക്കുന്നുണ്ടാ. വൈറ്റിനൊക്കെ ഓടിപ്പിക്കാണ്. ഇവിടെ ഒക്കെ കടലാസ് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഒട്ടക പക്ഷെ ഒരെണ്ണൊന്നല്ല കേട്ടോ അതിനകത്ത്. ഇവിടെ ഉണ്ട് പറഞ്ഞത് അവിടെ വലുത് ഒരെണ്ണം പറഞ്ഞു നോക്കി. ഇവിടെ ഒരെണ്ണം നിക്കുന്നുണ്ട്. അവിടെ ഒക്കെ നടക്കുന്നുണ്ട്. ചെറുതുകളുണ്ട്. ഇതേ വരുന്ന ഒരു വലുത് നല്ല ഭംഗിന്റെ തല കാണാൻ നോക്ക്. എന്താ ഇതേ വരുന്ന ഒരെണ്ണം ബാക്കില്. എന്താള് സ്റ്റക്കായി ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന ശ്രദ്ധിച്ചോട്ടെ പെട്ടെന്ന് കണ്ടാ. ഫോട്ടോക്ക് പോസ് ചെയ്ത അവിടെ ഒരു കൊച്ചു വിളിച്ചപ്പോ പോണോക്ക് തിന്നാനാ പുല്ല്. ഒരാള് അങ്ങോട്ട് പോയിട്ടാ. അങ്ങനെയാണ് ഇവിടെ ഒരാള് ഡ്രസ്സൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുക. ഇവിടെ മാനുകളുണ്ട്. ഒരു വെള്ള കളറ് അവിടെ പുള്ളി. നല്ല രസം. പശുക്കുട്ടി പോലെ ഇരിക്കുന്ന എന്താടി.
ആവോ ഇനി കൊമ്പൂല ഒന്നുമില്ല അതിന് പുള്ളികളും ഇല്ല ഒന്നുമില്ല ഇതൊന്നുമില്ല അതൊക്കെ ഫുൾ വൈറ്റ്. അതിന് പക്ഷെ മുഖം നോക്ക്. പോയി ആള് ഒരെണ്ണം കിട്ടിയത് കൊണ്ട് ഓടി. കുഞ്ഞിടെ പോയി പറയാനൊന്നുണ്ട് എനിക്ക് അവിടെ നിന്ന് ഭക്ഷണം കിട്ടി. അവിടെ ആവും നോക്കി എല്ലാത്തിനും പോയി പിടിക്കുന്നുണ്ട്. ധൈര്യണ്ട്. ഇവിടെ കൂട്ടത്തോടുകൂടി നിൽക്കുന്നുണ്ട്. ഇത്ര പൊക്കില്ലാത്ത അയ്യോ മുട്ട കണ്ടില്ലേ മറ്റേ മാർക്കറ്റിൽ പോയിപ്പോ മുള്ളുണ്ട് ട്ടാ. അതിപ്പോ ചെടിയാന്ന് പറഞ്ഞ് കയറി പിടിച്ചിട്ട് നല്ല സുഖം കിട്ടിയനെ. കാരമുള്ളു ഇതിന്റെ അടിയിലാട്ടോ ഇത് കിടക്കണത് നോക്കി. ഇതുണ്ടോ അതേ കൊത്തണം. ഇത് രണ്ടും കൂടി ഒന്ന് കൊത്തു കൂട്ടണം നോക്കി. ഇത് കൊത്തണം. ഇതുണ്ട് മറ്റേ തലയ്ക്ക് വന്നിട്ടിട്ട് കൊത്തണം. ഫുഡ് അടിക്കണം നോക്കി. കൊമ്പോക്കി അതിന്റെ ഉള്ളില് തറച്ചുണ്ട് കേട്ടോ. ഈ കൊമ്പ് വെച്ച് കൊമ്പ് വെച്ച് കുത്തിട്ടുണ്ടാട്ടാ സുഖം കിട്ടും. അടിയിന്ന് പിടിച്ചോരിക്കുന്നു. കൊടുക്കാൻ അതാ വഴി അടി അടി കൂടെ വരുന്നു. എന്താ സാരിമ അങ്ങോട്ട് പേടിച്ചിട്ട് വിട്ട് കൊടുക്കണ്. താഴേന്ന് എടുത്തിട്ടല്ലേ കൊടുക്കണ്. അതേണ്ടാ ഒരു കറുപ്പും ഒരു വെളുപ്പും. ഇത് കറുപ്പല്ലല്ലോ. ഇതെന്തത് തീറ്റയ്ക്കാവും. അടുത്ത് വന്നിട്ട് കൂടിയല്ലോ. തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ നിക്കണ്ടല്ലോ. ഇടയക്കൂടെ നോക്കണതേ. ഇടക്കണ്ണിട്ട് നോക്കണതേ. നോക്കി ഇടയക്കൂടെ നോക്കുന്ന ഒരാള് അങ്ങോട്ട് പോയിട്ടുണ്ട്. തീറ്റയ്ക്കാ ഫീഡിങ് ടൈം ആണോ? ഫീഡിങ് ടൈം ആണോ? ഇവിടെ ഒരു ഒട്ടകം നിൽക്കുന്നുണ്ട്. അതിന്റെ കഴുത്ത് പോണ്ട. അതന്നെ പറക്കി കൊടുത്തു. നല്ലതുണ്ടെങ്കിൽ നോക്കി പറക്കി തോന്നും. ചെറിയ കിടാവ് നോക്കി ആൾക്ക് തമാശ ചിരിക്കുന്നു. നോക്ക് ആളായ വർക്കി കൊണ്ടിരിക്കുക. അങ്ങോട്ട് വരാണ്ടിരിക്കാനാ. അധികം ഇങ്ങോട്ട് വരാണ്ടിരിക്കാനാ. നീ തലയിടുക ശരി പുറത്തേക്ക് ഇടാണ്ടിരിക്കാനാ. ഇപ്പൊ പിള്ളേരുകൾ വരണതല്ലേ. ഇത് കടിക്കുന്നത് നല്ല പോസ്റ്റ് ചെയ്യുന്നു. പക്ഷെ വല്ലാത്ത കഷ്ടം അങ്ങനെ ചെയ്യുമ്പോ. അതെ ഇതിന്റെ ഉള്ളിൽ വേറെ കുറച്ച് ആൾക്കാർ നോക്കി. ഇത് ചെറുതാട്ടാ. നോക്ക് കൊറേ കാലം ഇങ്ങനത്തെ കണ്ടിട്ട്. സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വരും. ഇത് നോക്കിയേക്ക. ഇത് മറ്റേ ഇതില് പെട്ട സാധനം ഈ യാക്കുന്നൊക്കെ പറയില്ല. അങ്ങനെ വല്ല ഐക്യത്തില് പെട്ടതെന്ന് തോന്നുന്നു. പക്ഷെ അതേ ഒരു അതല്ല. പക്ഷെ ഇത് നോക്ക് നോക്കി കണ്ടോ അതില് പെട്ടെന്ന്. പക്ഷെ ഇത് നല്ല ഉണ്ടപ്പല്ലേ. അതന്നെ പറഞ്ഞത്. അത് അങ്ങനത്തെ ഒരു ഇതിൽ പെട്ടതാണ് തോന്നുന്നുണ്ട്. അവിടെ രണ്ടെണ്ണം കിടക്കണത് അത് നോർമലാ. ഒരാള് അങ്ങോട്ട് പോയി. നല്ല വലിപ്പുണ്ടല്ലോ ഈ കാക്കയ്ക്ക്. ഇത് മറ്റേ എന്തിട്ടാ പറയാ? ബലിക്കാക്ക. ബലിക്കാക്ക എന്ന് പറയുന്ന പോലത്തെ കാക്ക ഇതിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അത് പറന്നു പോകാനായിട്ട് ശ്രമിക്കാൻ തോന്നുന്നു. ഇതിലുണ്ട് കേട്ടോ നല്ല വലിപ്പമുള്ളത് ഒരെണ്ണം. നല്ല വലിപ്പുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു വെറൈറ്റി ഇതേ കാക്കയിൽ തന്നെ ഡബിൾ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കണ്ടോ രണ്ട് കളറ്. കൊറേ മക്കാവുകളുണ്ട് കേട്ടോ. സനി കയറ്റി വെച്ചിട്ടുണ്ട്. ഹായ് ആള് സൈലന്റാ. ഭംഗിയുണ്ട്. കൂടുതൽ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോ കൊത്തിട്ടോന്ന് അറിയില്ല. ഹായ് ഇത് ഫുള്ള് പച്ച കളറാണ്. പച്ചയും പീക്കോക്ക് കളർ. വാല് റെഡ്. സാലിമതേ വാച്ച് നോക്കണോക്ക്. നല്ലൊരു വെറൈറ്റി കളറിന്റെ കേട്ടാ. എനിക്ക് നല്ലൊരു കളറിന്റെ. അത് വാച്ച് നോക്കായിരുന്നു സാലിമിന്റെ കെട്ടിപ്പോ. കൊടുത്തോ ഇഷ്ടായോ സാലിമ?
രസല്ലേ ഫോട്ടോ എടുത്തിട്ട് നല്ല ഫോട്ടോ ഉള്ളല്ലേ കൈ കാണിച്ചപ്പോഴേക്ക് സരി കൈ കാണിച്ചപ്പോഴേക്ക് കേറി ഇങ്ങോട്ട് നോക്കടി. സാലിമിന് വൈറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് വൈറ്റ് മുളിക്ക് കയറിയിട്ടുണ്ട്. ആ കളറ് കണ്ടിട്ടാ ബട്ടൺസ് പറിച്ചെടുക്കും. ഹായ് അതായത് നമ്മള് കടിക്കാൻ വരും. നീ പിടിച്ചോ കഴിഞ്ഞില്ലേ? കഴിഞ്ഞാ ആ പച്ചത് കഴിയുമ്പോ അവരെ സിമ്പിൾ ആയിട്ട് ചാടിപ്പോയി. ഗ്രീൻ ഇതെനിക്ക് വേണം. ഗ്രീൻ കളർ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇഷ്ടായി അത്. നല്ല കളർ കേട്ടാ. വേണ്ട അവിടെ നിക്ക് സാലിമ വെയിറ്റ് ഒരു ഫോട്ടോ എടുക്കോ ഞങ്ങളുടെ രണ്ടുപേര്. ഞാൻ അടുത്തുന്നോ വേണ്ട ആള് നോക്കണോ വെളിച്ചം കണ്ടിട്ട്? സാലിമിനെ വെളിച്ചം കണ്ടിട്ട് നോക്കണത്. ഉറങ്ങണ ആള് കുഞ്ഞു കൊടുത്തപ്പോഴേ ആള് ഉറങ്ങി പോണ്. കൊക്ക് നല്ല നീളണ്ട്. ഫോട്ടോ എടുത്തില്ലേ? കൊടുത്തോ വേറെ ചെറുതുകളുണ്ട് അപ്പുറത്ത്. ആള് തിരിഞ്ഞു ഇതിനെ കണ്ടില്ല, ഈ മഞ്ഞേനെ കണ്ടില്ല, പച്ചേനെ കണ്ടുള്ളൂ. അവിടെ ഇരിക്കുന്ന നോക്കിയേ നീലും പിന്നെ ഇതൊക്കെ അതിന്റെ കളറൊക്കെ മഞ്ഞ കുഞ്ഞുങ്ങളാന്നുണ്ട്. പേരും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടാ. ഇപ്പുറത്ത് നിറച്ചതേ തത്ത ഇവിടെ മേലേക്ക് ഇരിക്കുന്നുണ്ട്. അതുപോലെ ദേ ചലയാട്ടികള് ദേ ഇവിടെ കൊറേ എണ്ണം അവിടെ സെറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരെണ്ണം. ഇതൊക്കെ ഇത് വേണ്ട അയ്യോ പറഞ്ഞുപോയി. ഇവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഉറങ്ങാണ് മഞ്ഞ കളർ. ഇവിടെ ഒരാളിരിക്കുന്നു. ഇവിടെ ഫുഡ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഉണ്ടോ ആരൊക്കെ എന്തൊക്കെയോ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ നിന്ന് തിന്നാണ് കേട്ടോ. ബിസ്ക്കറ്റ് കപ്പലണ്ടി ഒക്കെ ഉണ്ട്. നീ ഇരിക്കുന്നത് അവിടെ ബാക്കിലിരുന്ന് എന്തോ കൊത്തിപ്പറക്കുന്നുണ്ട്. നാട്ടിലായിരുന്നു നമുക്ക് ചൂല് നന്നാക്കണം എന്ന് പറയായിരുന്നു. ഇവിടെ ആയതുകൊണ്ട് അത് പറ്റില്ല. മെയിൻ ഫ്രണ്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നമ്മളത് അങ്ങടാ പോയത്. ഇത് ഇങ്ങോട്ട് സ്ട്രൈറ്റ് ഇതിനുള്ളിലോട്ട് കയറാനായിട്ടുള്ള വഴിയാണ് കേട്ടത്. ഇതിനുള്ളിൽ കുറെ സംഭവങ്ങളുണ്ട്. എന്തായാലും വലത്തേ സൈഡിൽ കൂടെ പിടിച്ചോ. ഇങ്ങനെ വെറൈറ്റി സാധനം നോക്കി. വൈറ്റ് കങ്കാരു കേട്ടാ. ഇവിടെ ഉണ്ട്. ഇല്ലില്ല നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. വൈറ്റ് കളർ അതിന്റെ ഉള്ളില് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിലുണ്ട്. ബേബിണ്ടാ അയ്യോടാ അങ്ങനെ കാണാൻ പറ്റില്ല. ഞാൻ ഇത് കണ്ണ് നോക്ക് അത് വെളിച്ചടിച്ചിട്ടാ. ഇതെന്തു കൊരങ്ങനെ പക്ഷെ കാണാൻ പറ്റണില്ല. അടങ്ങിയിരിക്കേണ്ടത് ഇതിനെന്താ പ്രാന്തായ? ആള് പൊളിച്ചു ചാടാൻ വേണ്ടി നോക്കണതാ. ആൾക്ക് പ്രാന്തായതുകൊണ്ട് ചീറ്റണ് സൗണ്ട് എന്നൊരു സൗണ്ട്. അവിടെ പോയിരുന്നാള് അങ്ങോട്ട് പോയി നോക്ക. വേഗം വെക്കോ അല്ലേ എണീറ്റോള്. അവിടെ പോയി നിന്നാണ് ഞാൻ കിട്ടും. അവിടെ പോയിരിക്കും. ഉള്ള സ്ഥലം തോന്നുന്നുണ്ടത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പോയത് കണ്ട മോന്ത കാണാണ്ടോ? അങ്ങനെ പിടിച്ചോ.
ഇപ്പൊ കണ്ടുട്ടോ ഒരു ഇച്ചിരി മുഖം. ഞാൻ ഇവിടെ കൊറേ പട്ടികളുണ്ട് കേട്ടോ, ഡോഗുകൾ. അതിനെ കണ്ടിട്ട് ഒരാൾ അതിനെ കണ്ടിട്ടത് ഒരുത്തും പോണോക്ക് സ്പീഡില് പോണ്ട്. എന്താവോ ഇവിടെ പോണേ എനിക്കറിയില്ല. സ്പീഡില് പോണ്ട് സാലിമ് വരി വരിയായിട്ട്. കസാരയുടെ അടിയിലൊക്കെ കിടക്കണ കൊറേ ആൾക്കാര്. മറ്റേ സാധനം കുഞ്ഞിത് ഇവിടെയൊക്കെ കൊറേ കിടക്കുന്നുണ്ട് കേട്ടോ. അതിക്ക് തുള്ളിച്ചാടി വരണേക്ക് ഒരാള്. ഹായ് ഹായ്. വേറെ ഒരെണ്ണം ഇതന്നെ സാലിമിന് ഭയങ്കര ഇഷ്ടാട്ടോ അവറ്റങ്ങളെ. ഈ ടൈപ്പ് സാധനങ്ങളെ ഇതിന്റെ ഉള്ളിലുണ്ട് ഒരെണ്ണം കേട്ടോ. അതിനങ്ങനെ ഇതൊക്കെ വൈറ്റ് അല്ലേ? ആള് മുഖം മറച്ചു വെച്ചിരിക്കുക. ഇതൊക്കെ കടിക്കോ നോക്കട്ടോ സാലിമ. വേണ്ടാന്ന് ഇഷ്ടല്ലാന്ന് മുഖം മറച്ചെടുത്ത് വിഷമിച്ചു. ആ അതെ, അതിന്റെ കുഞ്ഞുങ്ങളുണ്ട് അതില്. അതിന്റെ കുഞ്ഞ് അത് പാല് കുടിക്കായിരുന്നു. തട്ടി 3 ഉണ്ട് കളിക്കിന്. നല്ല വിലയുള്ളതാട്ടോ കുട്ടികളൊക്കെ. നമുക്ക് ഇതിന്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്നും അറിയാണ്ടാണ്. കുട്ടികൾക്കൊക്കെ നല്ല വിലയുണ്ട്. സാലിമ കൊറേ നേരമായി തൊടാൻ വേണ്ടി ഇവിടെ നടക്കണം. നോക്കണ് ഒറ്റണം പക്ഷെ കടിക്കണില്ല, ഉപദ്രവിക്കണില്ല. ശീലം ഉണ്ടാവേ പിള്ളേരുകളൊക്കെ കണ്ടിട്ടേ. അതാണ് അതിന്റെ ഉള്ളിൽ കൂടിന്റെ ഉള്ളിൽ പിടിച്ചിട്ടാണ് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇവർക്ക് ജയിൽ ശിക്ഷ കൊടുത്തേക്കണതാണ്. സാലിമ കൊറേ നേരമായിട്ട് ആയിട്ടുള്ള തൊടാൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കണം. നിന്ന് കൊടുക്കണില്ല, ഓടാണ്. കണ്ടമാനുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഈ സാധനങ്ങളാണ്. കറച്ചുണ്ട്, ഫുള്ളുണ്ട് ഇവിടെ. ഇതേ പോണ വരണം. നമുക്ക് സാലിമിന് ഇപ്പോഴാണ് കിട്ടിയത് പിടിക്കാൻ. മേത്തോടല്ലേ കൈ കഴുകണം. കഴിഞ്ഞാ ഇത് തുറന്നു കേട്ടോ. നമുക്ക് കൈ കഴുകാം. ക്യൂട്ടോ. അതുറങ്ങി. ഇതേ ഇവിടെ മുകളിൽ ഇരിക്കണൊക്കെ ഒരാള് ഏറ്റവും മുകളിൽ കയറി ഇരിക്കുക. ആളപ്പുറത്തേക്ക് എന്തി വലിയ നോക്ക് നോക്ക്. സ്ലീപ്പിംഗ്. ഉറങ്ങടാ. ഉറങ്ങി. ഉറങ്ങപ്പതൊക്കെ തൊട്ടോക്ക് കടിക്കാ അറിയില്ല. ഉറങ്ങിന്നുണ്ട്. ഏത് നല്ല ഉറക്കാ. അതൊക്കെ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങാ. തണവൂല്ലേ ഇതിന്റെ ഉള്ളിലേ കുട്ടി. തൊടണ്ടോ. മറ്റേത് സൗണ്ട് ഉണ്ടാക്കിട്ടാ സലി. മറ്റേ സൗണ്ട് ഉണ്ടാക്കിയതാ സലി. അതിന്റെ നോട്ട അതേ കണ്ട മുള്ളണ്ട. അതിന്റെ ബേബി. ഞാൻ തൊട്ടു ബേബി. തള്ളയുടെ നോട്ടം കഴിയില്ലട്ടാ. അത് സൗണ്ട് ഉണ്ടാക്കിയതാട്ടാ. ഞാൻ കേട്ടു. കണ്ട ഇത് കുഞ്ഞപ്പോ. ഇതിപ്പോ അധികമായിട്ടില്ല എന്നുണ്ട്. വിറ്റങ്ങളുടെ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞി. ഇതേ കിടക്കുന്നു. ഒരു വെള്ള പുല്ലില്ല. തല എടുത്തോണ്ടോണ്ടാ. അത് പോയി. ഇതൊക്കെ അവിടെ കുഞ്ഞണ്ടാ. ഒരു ഫാമിലിയാ. ഇതിന്റെ ഉള്ളിൽ എന്തിട്ട് കിടക്കണേക്ക നോട്ടം കണ്ട. ഇതിവിടെ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ മുള്ളമ്പന്നി കിടക്കണ്ട. 2 എണ്ണം വലുതുണ്ടോ. ഇതിന്റെ ഉള്ളിൽ വലിയ ആമ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇതും അതന്നെയാണല്ലേ. ഇല്ല, ഞാനിത് ആദ്യം മറ്റേ ഇതാന്ന് വിചാരിച്ച കല്ലാന്ന് വിചാരിച്ചു. ഞാൻ ഇതിനെ മാത്രം ശ്രദ്ധിക്കുന്നു.
തിന്ന് വയ്യാണ്ടായിട്ട് കിടന്ന് ഉറങ്ങണൊക്കെ എന്തൊരു സാധനം. ഇത് മൊയിലല്ല കേട്ടോ, ഇത് മൊയിലിന്റെ പോലെ ഇങ്ങനെ സാലിമിന് പേരറിയാൻ മറന്നു. ഇവിടെ ഉണ്ട്, ഇത് അവിടെയും കിടക്കുന്നു. പാമ്പ് മലമ്പാമ്പ് നോക്കി അവിടെ കിടക്കട്ടോ, ഉറങ്ങാണ്. കിടക്കും അത് നോക്ക് സാലിമേ, ഇങ്ങോട്ട് നോക്കടാ. അതൊന്നല്ല, ദേ ഇവിടേക്ക് നോക്കിയേ. അസ്ഥി കൂടങ്ങളെ കിട്ടാനാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തിട്ടണോ, ഒരാളിവിടെ തലയും കുത്തി കിടക്കണോക്കി, ആകാശം നോക്കിട്ട് മലന്ന് കിടക്കുന്നുട്ടാ. ഇവിടെ ഒരാൾ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. സൈലന്റ് ആൾക്കാരാട്ടാ. ഒരാൾ കിടക്കണോക്കി. ഹായ് ഹായ് പുല്ല് വേണ്ടാ, മലന്ന് കിടക്കുന്നു. ഒരാൾ ഇവിടെ ഇരുന്നിട്ട് നോക്കുന്നു. വേണ്ട വേണ്ട സാലിമ, തിന്നില്ല. പോയ ഫാമിലി കുട്ടികളിട്ട് അടിക്കായിരുന്നു കേട്ടോ, ഈ ഗ്രില്ല് നെറ്റും ഇട്ടിട്ട്. അപ്പൊ അവിടുന്ന് രണ്ട് ഇവിടുത്തെ ജോലി ചെയ്യുന്നവരാന്ന് തോന്നുന്നു, അറബികൾ വന്നിട്ട് ചീത്ത വന്നു. കുട്ടികളെ ശല്യം ചെയ്യുന്നുണ്ടേ. എവിടെ നോക്കിയേ, തല തിരിഞ്ഞതേ, ആള് തല തിരിച്ചു. ഹായ് ഓയ്, എന്താണ് എന്താണ്? ആ സാലിമിനെ നോക്കണേ, സാലിമിനെ കണ്ടിട്ട് നിന്നെ പോലെ ഉണ്ടെന്നുണ്ട് അതിന്. മേടിച്ചു, ആള് മേടിച്ചു. നേരത്തെ അനങ്ങാണ്ടിരിക്കായിരുന്നു. അല്ല കയ്യൊക്കെ സലി, കാലോ ഇതൊക്കെ തൊട്ടൊക്കായിരുന്നു. വേണ്ട തൊടാൻ പാടില്ല. അതും മേടിച്ചു. ഓ കടിച്ചു പറിച്ചു നോക്കാള്. മതി പോവാ. നോക്കണ സൗണ്ട് കേട്ടിട്ട് നോക്ക. ആഹാ അറിയില്ല സാലിമ, നമ്മുടെ ആൾക്കാരിക്കണോക്കി മർമ്മസ്മങ്കി എന്താണ് ഇതിലുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട് രണ്ടെണ്ണം. ഇവിടെ കുഞ്ഞിടി ഒളിച്ചളിക്കിനി. ഭയങ്കര പൊടി ആള് ഒളിച്ചളിക്കായിരുന്നു. ഇരുന്നിട്ട് നമ്മൾ ഒളിഞ്ഞു നോക്കുക. നോക്കി ഭയങ്കര ചെറുതിട്ടാ കുഞ്ഞി. നിങ്ങളെ അങ്ങോട്ട് ചാടിപ്പോയി. അവിടെ പോയിരുന്നു. നോക്കി നമുക്ക് ഇങ്ങനത്തെ വാങ്ങിയാലോ, വളർത്താൻ പറ്റില്ല. അയ്യോ കൊറേ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? ഇതിപ്പോ ഉണ്ടായ കുഞ്ഞാണോ? കുഞ്ഞാണ്, ഭയങ്കര കുഞ്ഞത് പൊടി. ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട്. ഇത് വലുതാട്ടോ, തള്ളയൊന്നും ഉണ്ട്. അതന്നെ ഇത് അവിടെ ഉണ്ട് ഒരെണ്ണം. പക്ഷെ ദേ അത് കുഞ്ഞാണ്. ദേ ഇവിടേക്ക് വന്നു. വേണ്ടട്ടാ, കൈമ്പ് തൊടാൻ വന്നണ്ട. ഇത് പെട്ടെന്ന് ഇണങ്ങണ സാധന. കൈ വെച്ച് കൊടുക്കണ്ട സാലിമ, കൈ വെച്ച് കൊടുക്കണ്ട, കടിക്കും. പരിചയമില്ലാത്ത കടിക്കും. ഒളിച്ച് കളിക്കുക, ആളെ ഒളിച്ച് കളിക്കുക. അതൊക്കെ ഇത് തള്ള വന്നു. നോക്കണോക്കി ആള് ശരിക്കും കേട്ടി. ഇതെന്ത് സാധനം? ഇതൊരു പുല്ലിപ്പ് കൊടുക്കല്ലോ. ഉപ്പിച്ചേർട്ടെ ധാരോടെ എന്ത് വലിയ നോക്കണ്ടല്ലോ. പേര് പറയാ, ഇതിലൊന്നേ ഉള്ളൂ. കിട്ടി. ആ ഒരു കഷ്ണം കടിച്ചെടുത്തു. ക്യാമറ കണ്ടിട്ട് നോക്കി നോക്കി ഇതുണ്ട് കാലില് വെച്ചിട്ട് ഇരിക്കട്ടാ. ആൾക്ക് വേറെ വല്ലതും കിട്ടോ നോക്കാനാവൂട്ടാ. പുല്ല് വേണ്ട സാലിമേ, ആൾക്ക് ക്യാരറ്റ് ഉണ്ട്. പിന്നെ നീ പുല്ല് കൊടുത്താ കഴിക്കില്ല. പല്ലോക്ക് ആ പുല്ല് കടിച്ച് പറിക്കാട്ടാ. എന്നാ പല്ലുണ്ടോ സാലിമേ? ഇവിടെ ഒരു മുതല് കിടക്കുന്നുണ്ട് കേട്ടോ. അതാണ് മുതല, നല്ലൊരു മുതല്. കുഞ്ഞാണ് കേട്ടോ, ആള് ഉറങ്ങാന്നുണ്ട്. കുഞ്ഞുങ്ങളുണ്ടല്ലേ കൊറേ എല്ലാ കൂട്ടില്ലേ. നോക്കി ഒരാള് ചവച്ചിട്ട് ശരിയാവുന്നില്ല. ഒരാൾ അവിടെ നിക്കണോക്കി.
ഒരാൾ അവിടെ നിന്നിട്ടൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പോയി ഇത് അവിടെ ഒരു കുഞ്ഞു ഉണ്ടാ. എടുക്ക് സാലിമ ആദ്യമായിട്ടല്ലേ എടുക്കണേ. അങ്ങനെയല്ല ഇങ്ങോട്ട് തിരിച്ചെടുക്കടാ. തിരിച്ചു പിടിക്കടാ. ഇങ്ങനെ എടുക്ക്. അറിയില്ല. എടുത്തോ സാലിമ. ബക്കറ്റല്ല അങ്ങനെ പിടിക്കും. പതുക്കെ പിടിക്ക്. പീച്ചരുതിട്ടാ. ഇങ്ങനെ എടുക്ക്. താഴ്ത്തിട്ട് പിടിക്കാറിയില്ല. അങ്ങനല്ല ഇങ്ങനെ പിടിച്ചിട്ടെടുക്ക്. ചെരിച്ചെടുക്ക്. പതുക്കെ പതുക്കെ സ്ലോ പതുക്കെ എടുക്ക്. രണ്ട് കൈ വെച്ചിട്ട് പതുക്കെ എടുക്ക്. അതന്നെ. അമർത്തരുത്. പീച്ച് കൂട്ടരുത്. അത് പെടയല്ലേ. മടിയിലേക്ക് കുഞ്ഞത്. അയ്യോ മറിഞ്ഞു വീഴല്ലേ. ചാടി. പിടിച്ചോ 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 പിടിച്ചോ. അതിന്റെ ഉള്ളിൽ കൂടെ ഇനിയും ചാടിപ്പോ. ഇനിയും പോ. ഇങ്ങനെ പിടി. ചാടി. ഓട്ടക്കൂടെ ചാടും. പുല്ല് കൊടുക്കാം. പുല്ല് തിന്നൂല്ലടാ. ഇപ്പൊ ചാടും. ചാടി. ചോദിക്ക്. അതിനെടുക്ക്. ഭയങ്കര ആള് ഭയങ്കരമായിട്ട് പതിക്കും. ഒന്ന് പണിങ്ങി എടുത്തോ. എടുത്തിട്ട് വെച്ചോ. എന്നിട്ട് പോവാ. ബ്ലാക്ക് കളർ കിട്ടാ. നല്ല ആള് ഉറങ്ങി. ഉള്ളില് കോഴികൾ ഇട്ടാ. അതൊക്കെ കോഴികൾ ഇട്ടേക്കുന്നു. ബാക്കിലുണ്ടാ? അത് ഇങ്ങോട്ട് വരാനായിട്ടുള്ള സ്ഥലമാണ്. എന്റെ ഫ്രണ്ടിലെ ഒരു കൊമ്പ് വെക്കണത് നോക്കി. അടിപൊളി കോഴിക്കോട്. അത് വെള്ളം ചാടുന്ന ഒരു സാധനം. കൊമ്പ് നോക്കി. ഇതുണ്ടോ? സാലിമാടെ ഒന്നൊരു ഫോട്ടോ എടുത്ത് തരാം. നടക്കടാ. ചിരിച്ചിക്ക്. അവര് ചായ വാങ്ങാൻ പോയേക്കാട്ടാ. ഇപ്പൊ ഇവിടെ സാലിമ് ദേ വന്ന് ഈ വണ്ടിയുടെ ഉള്ളിൽ ചാടി കയറിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ വന്ന് ഞങ്ങൾ പോയത്. അപ്പൊ ഇതിനുള്ളിൽ നിറച്ച ആൾക്കാരായിരുന്നു. ഇത് ഒറിജിനൽ വണ്ടി തന്നെയാണ് കേട്ടോ. അത് കംപ്ലൈന്റ് ആയിട്ടേ. ഇത് ഒറിജിനൽ വണ്ടി തന്നെയാണ്. പക്ഷെ ഇത് കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ കൊണ്ട് ഇതിന് വേണ്ടി ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. കണ്ടോ ടയറൊക്കെ നോക്കി. ടയറിൻ്റെ ഒക്കെ വലുപ്പം കണ്ടോ നോക്കി. അത് ഹാൻഡ് ബ്രേക്ക് ബ്രേക്ക് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഓരോ സാധനങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ ബഗ്വേ ഓടിക്ക. ബഗ്വേ. ഇവിടെ കുറെ പ്രാവുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ പോവാൻ നിന്നതാണ്. അപ്പോഴാണ് ഇതിന് ശേഷം ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വന്നത്. നോക്കി ഇത് നേരത്തെ കണ്ടില്ലായിരുന്നു. കണ്ടമാന പ്രാവുകളുണ്ട് കേട്ടോ. വെറൈറ്റി ടൈപ്പ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇവിടെ ഈ ചെടി കൊമ്പ് കൊണ്ടുപോയാലോ. ഇത് കൊമ്പ് ഇതിന് ഓടിച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടും. ചിലപ്പോ നമുക്ക് ഈ സാധനം നല്ല രസം. എന്ത് ഭംഗിയാ നോക്കിയ സാധനം. അടിപൊളി. ഇതാണ് ബൊഗൈൻ വില്ല. ഇന്നലെ കണ്ടുള്ളൂ. ഇന്നലെ ആ സിനിമ കണ്ടുള്ളൂ. അതിന് ഇപ്പൊ ഇതിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോട്ട് കിടപ്പുണ്ട്. ഇത് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയാൽ നോക്കി. ഫോട്ടോ എടുക്കാൻ പാകത്തിന് ഒക്കെ നല്ല പൂക്കളും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ
എന്തോ ഒരു ഇതായിട്ട് കിടക്കുന്നുണ്ട്. നോക്കി ഒരുത്തന്തേ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എന്ത് ഇതിന് പറയാ പൊളിഞ്ഞ് നിറച്ചു പൊടി പിടിച്ച് ചേർക്കണതിന്റെ ഉള്ളിൽ ഇതേ കയറിയിട്ടുണ്ട് ഒരുത്തന്റെ. എടുത്തിട്ട് പോ നീ. നമ്മളവിടെ നിന്ന് നടന്ന് ഇതിന്റെ ബാക്കിലേക്ക് വന്നിട്ടോ. അവിടെ നോക്കി ഇവിടെ കുറെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നല്ല രസമുണ്ട്. ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് പറന്നങ്ങോട്ട് പോയിന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്നില്ല. ഇക്കാനും കൊണ്ടേ പോവും. നിറച്ച് ഇതിന്റെ അടിയിൽ വെള്ളാട്ടോ. അതൊക്കെ ഇതുണ്ടോ വീണാ വെള്ളത്തിലുണ്ടായാലേ. രണ്ടുപേരും ഉറങ്ങണം നോക്കി. രണ്ടുപേര് കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങണം നോക്കി. അവിടെ ഇരുന്ന് ഉറങ്ങണം നോക്കി. അറിയില്ല അതൊക്കെ ആദ്യമായിട്ട് എന്തായാലും ഇങ്ങനെയാണല്ലേ. അയ്യടാ തണുപ്പില്ലേ അതായിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഉറങ്ങും. അത് എവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ തണവുള്ളോണ്ടാന്ന് തോന്നുന്നുണ്ട്. അറിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ അതിന്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെ ബീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടേക്ക് വന്നാ ഭയങ്കര തിരമാല. നമുക്ക് ആഹാ ഒറ്റ ഇത് ശരിക്കും ഈ സ്ഥലം ആൾക്കാരുകൾ വന്ന് ബാർബിക്യൂ അത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലമാട്ടോ. അതുപോലെ കണ്ടമാനം ആൾക്കാരുകളുണ്ട്. അതിന്റെ സൗണ്ട് കണ്ടോ. അതിന്റെ സൗണ്ട് ഒന്നും കൂടി കേൾപ്പിച്ചു തരാം. ഞാൻ അതിൻ്റെ ആ സ്പീക്കറിൻ്റെ അല്ല സോറി മൈക്കയുടെ ഇതൊന്ന് ഞാൻ അതിൻ്റെ നോയ്സ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതായത് ഇപ്പോൾ ഒന്നും കൂടി സൗണ്ട് കേൾക്കാം. ഭയങ്കര ധൈര്യശാലിനെ പോലെ പോയി നിൽക്കണ നോക്കി. വെള്ളടിച്ച് ഇപ്പൊ കയറി വന്നിട്ട് ഓടോടുന്നു. അങ്ങോട്ട് വരൂട്ടാ അങ്ങോട്ട് വരൂട്ടാ. അത് ഇങ്ങോട്ട് കയറി വരും. ദേ വന്നു. അപ്പോ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ആ കടലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി. നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ തിരമാലയൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുക. അപ്പൊ സാലിമ് വരണുണ്ടായിരുന്നില്ല. സാലിമിനെ ഇപ്പൊ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നാ. ഇനിയിപ്പോ ഞങ്ങൾ വേറൊരു ദിവസം നല്ല ടെന്റും സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ കയ്യിലുണ്ടല്ലോ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെന്റും സാധനങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നമ്മൾ വരുന്നുണ്ട് ഇവിടേക്ക് തന്നെ. അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് പോകുന്നു സാലിമിനെ. വയോന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മളുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അയയ്ക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ബൈ.